ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ കാണാം. കാര്യം നമുക്കൊരു ഫിലിപ്സിൻ്റെ സ്പീക്കർ മനോജേട്ടൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ഒരു സ്പീക്കർ വർക്കാവുന്നില്ല എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നമുക്കത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ആണെങ്കിൽ ഇപ്പം തന്നെ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്പീക്കർ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫിലിപ്സിൻ്റെ ഒരു സ്പീക്കർ. ഒരുപാട് പഴയ സ്പീക്കറാണ്, കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പേപ്പറിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഒറിജിനൽ സ്പീക്കർ. നമ്മളിതുപോലെ നേരത്തെ ഒരു ഫിലിപ്സിൻ്റെ സ്പീക്കറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു സ്പീക്കർ ഞാൻ എങ്ങനെയാണ്, അത് പേപ്പർ കീറിപ്പോയ ഒരു സ്പീക്കറായിരുന്നു, അത് ഞാൻ എങ്ങനെയാണ് ശരിയാക്കി എടുത്തത് എന്നുള്ളതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്പീക്കർ എന്തെങ്കിലും ശരിയാക്കി എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫിലിപ്സിൻ്റെ തന്നെ മറ്റൊരു സ്പീക്കറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹൈക്യൂ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്പീക്കർ ഇരിപ്പുണ്ട്. അപ്പോൾ ബോക്സാണ്. ആ സ്പീക്കറിന് അഥവാ എപ്പോഴെങ്കിലും പറ്റിപ്പോയാൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വച്ചിരിക്കുന്ന ഒരു സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഇത് കിട്ടിയ സമയത്ത് ഇതിൻ്റെ പേപ്പർ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു പേപ്പർ എഡ്ജ് ഭാഗം ഞാൻ മാറ്റിയെടുത്തതാണ്, ഈ ഒരു രീതിയിലോട്ട് മാറ്റിയെടുത്തതാണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ സ്പീക്കറിന് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പേപ്പറൊക്കെ നല്ലപോലെ കീറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിരിക്കുന്നത് വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഈ സ്പീക്കറിൽ കോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലേ എന്ന് നമുക്ക് വളരെ ഈസി അത് കണ്ടുപിടിക്കാനായിട്ട് ചാൻസ്. ഒന്നുകിൽ ഒരു ചെറിയ ബാറ്ററി, ഒരു 1 വോൾട്ട് ബാറ്ററി എടുത്ത് നമുക്ക് കൊടുത്ത് നോക്കി അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുക, അത് പ്രശ്നമാണോ ഇല്ലേ എന്നൊക്കെയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്കൊന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇട്ടതിന് ശേഷം മീറ്റർ അവിടെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് പ്രോബ് തമ്മിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൗണ്ട്, കണ്ടിന്യൂറ്റിയുടെ സൗണ്ട് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത് ഈ സ്പീക്കർ നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ, ഈ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനി ചില സമയങ്ങളിൽ അകത്തുള്ള കോയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഷോർട്ട് ആണെങ്കിൽ പോലും നമ്മൾ ഈ സമയത്ത്, അതായത് കോയിൽ ഷോർട്ടാണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാലും കണ്ടിന്യൂറ്റി സൗണ്ട് നമുക്ക് കേൾക്കും. ഓക്കെ, അത് ഒരു ചാൻസ് ആണ്, അങ്ങനെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല കോയിൽ ഷോർട്ടാണോ എന്നുള്ളത്. പക്ഷേ നമുക്കിവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. സ്പീക്കറിൻ്റെ കോയിൽ അകത്തെവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയ ചിലപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സൗണ്ട് കേൾക്കാത്തൊരവസ്ഥയും വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പീക്കറിൽ ഈ ഒരു സ്പീക്കർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ സ്പീക്കർ എടുത്തിട്ട് ഇപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ ഒറിജിനൽ സ്പീക്കറാണ്. ഇതിൻ്റെ പുറകിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്പീക്കറിൻ്റെ ലേബൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ സ്പീക്കറാണ്. അപ്പോൾ ഇത് വന്ന കവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കവർ ഒന്ന് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വന്ന കവർ ഞാൻ കാണിക്കാം. ഇതാണ് ഈ സ്പീക്കറിൻ്റെ കവർ. അപ്പോൾ ഈ സ്പീക്കറിനെ കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ, അതായത് ഇതുപോലത്തെ കവറിൽ വരുന്ന സ്പീക്കർ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഡ്യൂപ്ലിക്കേറ്റ് എന്ന്, പല ആൾക്കാരും ഒറിജിനൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഒറിജിനൽ കവർ. ഇതിൻ്റെ പുറകിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ പുറകിലല്ല, ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ സ്പീക്കറിൻ്റെ അഡ്രസ്സ്, ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിലും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സിലാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഫിലിപ്സിൻ്റെ സ്പീക്കർ വന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കവറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ ഒരു കവർ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതേപോലത്തെ കവറിൽ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന സ്പീക്കറിൻ്റെ പേപ്പറിൻ്റെ കളർ ഇതല്ല എന്നുള്ളതുമാണ് മറ്റൊരു സത്യം. ഈ കാണുന്ന കളറിലല്ല ഇപ്പോൾ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് സ്പീക്കേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് കവർ കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം, ഇതിനകത്ത് കണ്ടിന്യൂറ്റി ഉണ്ടോ, ഇത് വർക്കിംഗ് ആണോ, ഇത് എങ്ങനെയാണെന്നുള്ളത് കംപ്ലൈൻ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാര്യം മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം, ഒരു ബാറ്ററി വെച്ചൊന്ന് കൊടുത്ത് നോക്കാം. ബാറ്ററിയിൽ 1 വോൾട്ട് ബാറ്ററി ഞാൻ ഇവിടെ എടുക്കുന്നത്. അവരുടെ ഒരു ചെറിയൊരു ഇതേ നമ്മൾ കൊടുക്കാവൂ. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ കോയിൽ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്പീക്കറാണ് ഫിലിപ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ കോയിലൊക്കെ വളരെ നേർത്ത കമ്പികൾ വെച്ചിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്കർ അത് DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷോർട്ടായിട്ട് കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെറിയ വോൾട്ട് ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ബാറ്ററി എടുക്കുകയാണ്. ഇതാണ് ബാറ്ററി, ഒരു പാനാസോണിക്കിൻ്റെ ബാറ്ററി എടുത്തു. ഇത്
1.5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് നമ്മളൊന്ന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കാര്യം ചെയ്യാം, വർക്കാവുന്ന ഒരു സ്പീക്കറിൽ കൊടുക്കുക. വർക്കാവുന്ന സ്പീക്കറിൽ പോസിറ്റീവ് നെഗറ്റീവിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാ, ഇതിൽ വർക്കിംഗ് ആണ്, സ്പീക്കർ വർക്കിംഗ് ആണ് എന്നുള്ളതാണ് കാണുന്നത്. ഇത് കുറച്ചുകൂടെ വിൻറ്റേജ് ടൈപ്പാണ് ആ സ്പീക്കർ, അതുകൊണ്ടാണ് വിൻറ്റേജ് ടൈപ്പിൽ ഇതുപോലത്തെ ഹോളൊക്കെ വരുന്ന ടൈപ്പാണ്. ബാക്കിൽ സ്റ്റിക്കർ ഒന്നും കാണത്തില്ല. ഉള്ള കാലങ്ങളിൽ റെക്കോർഡ് പ്ലെയറിലൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിനകത്ത് വരുന്ന ഒരു സ്പീക്കറാണിത്. നല്ല ഒരു 10-50 വർഷം പഴക്കമുള്ളൊരു സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ അത് കമ്പനി മേക്ക് ചെയ്ത് വന്ന ബോക്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു സ്പീക്കറാണ് ഒരു സ്പീക്കർ. ഓക്കെ, നമുക്കത് മാറ്റി വയ്ക്കുക, വർക്കിംഗ് ആണ്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യാം, ഈ ഒരു സ്പീക്കർ എടുക്കാം. ഈ ഒരു സ്പീക്കർ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഒരു ജസ്റ്റ് ഒന്നൊരു ഇത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് വർക്കാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഓക്കെ, നമുക്ക് കൺഫേം ആയി ഇത് വർക്കാവുന്നില്ല. അപ്പോൾ കോയിൽ പോയതാവാം, എന്തോ പ്രശ്നമാവാം. നമുക്കിപ്പോൾ ബാക്കി അങ്ങോട്ട് നോക്കാം, എന്താണ് ഇതിന് പ്രശ്നം നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വയറിന് ഒരു പ്രത്യേകതരം മെറ്റീരിയൽ, ഒരു തുണി പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ള വയർ. നമുക്ക് തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഉണ്ട്, നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ലാസ്റ്റ് വരെയും ഇതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വയർ പ്രശ്നമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വയറാണ്. ഓക്കെ, ഇതിനും കണ്ടിന്യൂറ്റി ഉണ്ട്, അതങ്ങ് ലാസ്റ്റ് വരെയും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രശ്നമല്ല, ഇത് വരാനുള്ള ചാൻസസ് ആണ് ഞാൻ പറയുന്നത്, ഇതിന് വരാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട്, സ്പീക്കറിന് ഒന്ന് ഇതായിപ്പോയി, നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അവർ പശ വെച്ചിട്ട് ഈ സ്പീക്കറിൻ്റെ കോയിലും അകത്തുള്ള കോയിലും ഈ പുറത്തുനിന്ന് പോകുന്ന വയറും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവരൊരു ഗ്ലൂ പോലത്തെ സംഭവം വെച്ചിട്ടാണ് അത് സീൽ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്ലൂ പോലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി അതങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പോകത്തില്ല. നമുക്കതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ട്, റോണി ചേട്ടൻ തന്ന ഒരു ചെറിയൊരു ഡ്രില്ലിംഗ് മെഷീൻ, ചെറുതല്ല, അത്യാവശ്യം വിലയുള്ളൊരു പാർക്ക് സൈഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, നമുക്ക് ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല. അപ്പോൾ പാർക്ക് സൈഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ ഒരു ബിറ്റ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു വയറൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യാണ്. വളരെ ചെറിയ രീതിയിൽ സ്ക്രാച്ച് ചെയ്യുക, കാര്യം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കിട്ടുന്ന രീതി ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മളത് സ്ക്രാച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്കറിനെ തിരിച്ചു വയ്ക്കണ്ട, നമ്മൾ ആ രീതിയിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ വയർ കൊടുക്കുന്ന ആ ടെർമിനലിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ സൈഡ് കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, ഈ സൈഡ് കണ്ടിന്യൂറ്റി ഉണ്ട്. അടുത്ത് ചെക്ക് ചെയ്യാനുള്ള അടുത്ത ടെർമിനലിൽ കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിൽ എവിടെയാണ് കണ്ടിന്യൂറ്റി? ഈ ഭാഗത്തൊന്നും കണ്ടിന്യൂറ്റി കാണാനായിട്ടില്ല. ഇവിടെ ഒന്നും കണ്ടിന്യൂറ്റി ഇല്ല, ഈ ഭാഗത്തില്ല, ഒരിടവും ഇല്ല. ഓക്കെ, ഈ ഭാഗത്ത് വന്നപ്പം കണ്ടിന്യൂറ്റി ഒന്നും കാണാനില്ല. കാര്യം ഇവിടെ ഒരു ട്രാക്ക് ഇല്ല, അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടാനില്ല. അപ്പോൾ ഞാനിതിപ്പോൾ സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ ചെറിയൊരു തുരുമ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇത് കോപ്പറായിട്ടുള്ളൊരു കോപ്പർ വയറാണ്. അപ്പോൾ കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ നൂല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്പീക്കറിൽ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്, വീഡിയോ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഒരു നൂല് പോലത്തെ സംഭവം ഉണ്ട്, അത് പോയി. ഞാൻ ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്ത സമയത്ത് തന്നെ ഇതെല്ലാം പൊടിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഈ സൈഡ് വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞങ്ങ് പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് നോക്കാം. ആ സൈഡിൽ ചെറുതായിട്ട് പോയിട്ടുണ്ട്, അവിടെ കണ്ടിന്യൂറ്റി, അതായത് ഇവിടുത്തെ കണ്ടിന്യൂറ്റി എന്തായാലും പോയി. ഇനി നമുക്ക് അടുത്ത കണ്ടിന്യൂറ്റി നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയിലിൻ്റെ ഈ ഒരു ഭാഗവും എവിടെയെങ്കിലും കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടാകാൻ നോക്കാം. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയാൽ ഈ സീറോ വർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ രസകരമായിട്ടുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പരിചയമുള്ളൊരു കൂട്ടുകാരൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവൻ്റെ കയ്യിൽ ഇതുപോലത്തെ സ്പീക്കേഴ്സൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ നിന്നപ്പോൾ അവർ ഒരു ദിവസം ഒരു സ്പീക്കർ കൊണ്ടുവന്നു. ഒരു 8 ഇഞ്ച് സ്പീക്കറാണ്, അത് ഫുൾ റേഞ്ച് സ്പീക്കറായിരുന്നു. അപ്പോൾ അവൻ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 50 രൂപയ്ക്ക് അത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് 50 രൂപ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം 50 രൂപ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ അവൻ്റെ സ്പീക്കർ വാങ്ങി. അന്ന് 50 രൂപ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. അന്ന് എനിക്ക് 200-250 രൂപയെ ശമ്പളമുള്ളൂ. അപ്പോൾ ഈ സ്പീക്കർ ഞാൻ അവൻ്റെ 50 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് പാട്ട് കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരു എഫ് എം, പണ്ട് കെച്ചി പോകുന്ന ഒരു എഫ് എം റേഡിയോ ഉണ്ട്, ആ എഫ് എം റേഡിയോ എന്നാണ് ഞാൻ കണക്ഷൻ പിടിച്ച് കൊടുത്തിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നടക്കുന്നില്ല, അത് കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ പുറകിലുള്ള ആ ഒരു കണക്ട് ചെയ്യുന്ന വയർ ഇത് മുറിഞ്ഞു പോയി. അപ്പോൾ അങ്ങ് മുറിഞ്ഞു പോയ അവസ്ഥയിലാണ് നിന്നത്. അന്ന് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അത് കുറച്ച് തുണി പോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അത് തുണി പോലത്തെ ഒരു പ്രത്യേക ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോൾഡർ ചെയ്തിട്ട്. അങ്ങനെ ഞാനത് സോൾഡർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് പാട്ട് കേട്ടു. എന്നാലും ഞാൻ തിരിച്ച് പിറ്റേ ദിവസം അവന് വീട്ടിൽ ഞാൻ എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവനെ അത് പാട്ട് കേട്ട് പാട്ട് കേൾപ്പിച്ച് കൊടുത്തപ്പോൾ അവൻ്റെ മുഖം പോയ ഒരു സംഭവം കാണണം. അതൊരു വലിയ സംഭവമാണ്. കാര്യം ഞാനത് ശരിയാക്കി എടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ സ്പീക്കർ അവന് തിരിച്ചു കൊടുത്തു. നീ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് അവന് തിരിച്ചു കൊടുത്തു. ഇമാതിരി പരിപാടി നീ ആർക്കും കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ സ്പീക്കർ ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ ആ വിഷമം പിന്നീട് അവന് വിഷമം ഉണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ അത് ചെയ്തോണ്ട് ഞാൻ അത് ശരിയാക്കുമെന്ന് അവൻ വിചാരിച്ചില്ല. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഇതുപോലെ സ്പീക്കർ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഈ സ്പീക്കറിനെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്പീക്കറിന്റെ കോണിന്റെ അങ്ങറ്റം വരെ, ഈ കാണുന്ന ഈ സെക്കൻഡായിട്ട് ഈ കാണുന്ന കോണിന്റെ അങ്ങറ്റം വരെയുള്ള ജോയിന്റ് വരെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, രണ്ട് ഭാഗവും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന കണക്റ്റിംഗ് വയർ ഈ പറയുന്ന പോലെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലപ്പഴക്കം കാരണം വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഫിലിപ്സിന്റെ കേസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഫിലിപ്സിന്റെ സ്പീക്കർ അത്രയും നല്ല സ്പീക്കർ ആയതാണ്. ബാക്കിയുള്ള സ്പീക്കറൊക്കെ ആണെങ്കിൽ ഞാൻ അത് കളയും. കാര്യം നമ്മളത് മെനക്കെട്ടിട്ട് വെറുതെ എന്തിനാണ്. പക്ഷേ ഇതുപോലത്തെ ഫിലിപ്സ്, ബോസ്റ്റൺ അതുപോലത്തെ സ്പീക്കറൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പേപ്പർ മാറിയാലോ കോയിൽ മാറിയാലോ ഒന്നും പിന്നെ ഇതിനെ ഒന്നിനും കൊള്ളത്തില്ല. അത് വെറുതെ എടുത്ത് കളയുക എന്നുള്ളതാണ്. കാര്യം സ്പീക്കറിന്റെ പേപ്പറും ഈ ഫിലിപ്സിന്റെ സ്പീക്കറിന്റെ പേപ്പറും കോയിലും ഒക്കെ വളരെ നല്ല ഇതാണ്. അത് പാട്ടൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. പ്രത്യേകിച്ച് ക്ലാസ് എ വെച്ചിട്ടൊക്കെ പാട്ടൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ ഫിലിപ്സിന്റെ സ്പീക്കർ വർക്കാവാതെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന പോകുന്ന ലൈനുകൾ നമുക്ക് എവിടം വരെ ചെക്ക് ചെയ്യാൻ പറ്റും അത്രയും ലൈനുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പീക്കറിനെ ഉപേക്ഷിച്ച് കളയുക. അത് നമ്മൾ പിന്നെ നന്നാക്കാൻ കൊണ്ടുപോയിട്ട് ഒരു കാര്യം, നമ്മളെ പൈസ വെറുതെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ ആ സ്പീക്കർ വർക്കാവില്ല. ഫിലിപ്സിന്റെ ഒറിജിനൽ ക്വാളിറ്റി എങ്ങനെയാണ് ആ രീതിയിൽ പിന്നീട് പേപ്പർ മാറ്റിയാലോ കോയിൽ മാറ്റിയാലോ ഒന്നും വർക്ക് ചെയ്യത്തില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നൊന്നും ശരി മാക്സിമം നിങ്ങളെ കൊണ്ടും ശരിയാക്കാൻ പറ്റില്ലെന്ന് അത് കൊണ്ട് കടയിൽ കൊടുത്ത് വെറുതെ തന്നെ ശരിയാക്കി പൈസ കളയരുത്. ഓക്കെ, വേറെ ഏതെങ്കിലും സ്പീക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങളത് നന്നാക്കി എടുത്തു. എന്നാലും ഞാനാണെങ്കിൽ കളയും, കാര്യം നന്നാക്കി എടുക്കാൻ ശ്രമിക്കില്ല. പക്ഷേ പ്രത്യേകിച്ച് സ്പീക്കർ ഫിലിപ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശരിയാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ അവൻ്റെ പറഞ്ഞൊരു കാര്യം ആരും പറ്റിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പീക്കറിന്റെ കേസിൽ ഞാൻ അതിനുശേഷം ഇതുപോലത്തെ സ്പീക്കർ കംപ്ലൈന്റ് ആയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഇത് കോയിൽ ഈ പറയുന്ന ജോയിന്റുകൾ, ഈ പറയുന്ന പല ജോയിന്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്രകാരം നന്നാക്കാനായിട്ട് കൊടുക്കുക. എന്നാലും ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ കണ്ടിന്യൂറ്റി എന്തെങ്കിലും വരുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ 2 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. കാര്യം ഇതിന്റെ ഞാൻ നേരത്തെ സ്ക്രാച്ച് ചെയ്ത് എടുത്തതുപോലെ സ്ക്രാച്ച് ചെയ്ത് എടുത്ത് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കാര്യം ഷോർട്ട് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ചില സ്പീക്കർ ഷോർട്ടായി പോകുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാര്യം തമ്മിൽ ആ വയറുകൾ ഷോർട്ടായിട്ട് മെൽറ്റായിട്ട് ഉരുകി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് കത്തിപ്പോയതാണെങ്കിലും കണ്ടിന്യൂറ്റി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സ്പീക്കർ വർക്കിംഗ് ആണോ, ഇത് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ നമുക്ക് 2 പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഭാഗം വിട്ടു പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പോയിന്റിൽ മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റോണി ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ചെറിയൊരു സൈഡിൽ ചെറിയ സ്റ്റുഡിയോയിലൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഡ്രില്ല് എനിക്ക് റോണി ചേട്ടൻ തന്നതാണ്. നമ്മുടെ അരുൺ മാധവൻ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ ചൈനീസ് ആമ്പ് അന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ റോണി ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ CRO കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോണി ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സാധനം. നല്ലൊരു ഡ്രില്ലാണ്. എനിക്ക് തന്നതിൽ വളരെ നന്ദി ഞാൻ ചേട്ടനെ അറിയിക്കുകയാണ്. നല്ലൊരു സാധനമാണ്. പാർക്ക് സൈഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്.
ഫർഗസൺ എന്ന ബ്രാൻഡാണ്, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. നമുക്ക് ഇവിടെ നാട്ടിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ കിട്ടാനില്ല ഒരു സാധനം. അപ്പോൾ നമുക്ക് റോണി ചേട്ടൻ വീഡിയോ കാണുന്നുണ്ടായിരിക്കാൻ ഒരു പക്ഷേ. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം, സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ കോൺ നമ്മൾ പുറകിലോട്ടൊന്ന് മാറ്റുകയാണ്, വളരെ പതുക്കെയാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടാം എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓക്കെയാണ്, ഇത് വർക്കിംഗ് ആണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇവിടെ ഒരു പോയിന്റ് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ഒരു സൈഡ് നമുക്ക് പ്രശ്നം ഇല്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. എന്നാലും നമ്മളിവിടെ സൈഡ് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നോക്കുകയാണ്. ഓക്കെ, അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടിന്യൂറ്റി കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയോ ആണ് ഇത് സ്പീക്കർ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഭാഗത്ത് എവിടെയോ തന്നെ ആയിരുന്നു സ്പീക്കറിന് പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അതായത് സ്പീക്കറിൽ നിന്ന് വരുന്ന വയർ ഈ ഒരു ഭാഗത്തോടെ തന്നെ കയറിയിട്ട് നമ്മുടെ കോയിലിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഭാഗത്ത് എവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കണ്ടിന്യൂറ്റി നമുക്ക് കാണുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് വർക്കാവാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത ബാറ്ററി, ആ ഒരു ബാറ്ററി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൽ കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം, വർക്കിംഗ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു വീണ്ടും പാനാസോണിക്കിൻ്റെ ബാറ്ററി എടുത്തു. കാര്യം നമ്മൾ ഈ പാനാസോണിക്കിൻ്റെ ചെറിയ ബാറ്ററി ഉപയോഗിക്കുന്നതിന് കാരണം വേറെ ഒന്നുമല്ല, ഇത് ഒരു 1.5 വോൾട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു 1.5 വോൾട്ട് കൊടുത്തപ്പോൾ ഒരു കാരണം വെച്ചാൽ മൊബൈലിൻ്റെ ബാറ്ററി അതുപോലത്തെ 3.5 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് എടുത്ത് കളയാം. കാര്യം അത് കുറച്ചും കൂടെ നല്ല ഇതായിട്ടുള്ള ബാറ്ററി ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്പീക്കറിൻ്റെ കോയിൽ നല്ലതാണെങ്കിലും കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വയർ എടുത്തതിന് ശേഷം നമ്മൾ ഇത് സ്പീക്കർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കാം. ഓക്കെ, ഒരു സൗണ്ട് വന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ ഭാഗത്ത് കോയിൽ പ്രശ്നമില്ല, അവിടെ നിന്ന് അങ്ങ് താഴോട്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. നമ്മളെ സ്പീക്കർ വർക്കിംഗ് ആണ്. അപ്പോൾ ഓക്കെ, വർക്കിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സ്പീക്കറിൻ്റെ അത്രയും ഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല സ്പീക്കറിൽ കൊടുത്താലും ഇതേ സൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിൻ്റെ ഓഡിയോ കൊടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് ആയിട്ടില്ല. പക്ഷേ ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ സ്പീക്കർ ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഓഡിയോ കൊടുത്ത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ സ്പീക്കർ ശരിയാവാൻ സാധ്യതയുണ്ട്. കാര്യം സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ് ആവില്ല, ഇതിൻ്റെ പോകുന്ന ഈ പോകുന്ന വയർ കണക്ഷൻ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ മതി. ഈ സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഈ കാണുന്ന പോയിന്റ് ഉണ്ട്, ഇവിടെ നൂല് ചെറുതായിട്ട് പോയിട്ടുണ്ട്. കാര്യം ഇത് തുണി പോലത്തെ സംഭവം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡ് കളർ പോലെ തുരുമ്പ് പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി ആ ഭാഗത്ത് തന്നെയാണ് കംപ്ലൈൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി കിട്ടാത്തതുകൊണ്ടാണ് സ്പീക്കർ വർക്കാവാതെ വരുന്നത്. ഈ ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിരുന്നു, അതാണ് ഒരു ഗോൾഡ് കളറിൽ തിളങ്ങുന്നതായിട്ട് കാണുന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമാണോ, എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമല്ല പ്രശ്നം. അവിടെ എല്ലാം കണ്ടിന്യൂറ്റി നമ്മൾ കാണും. രണ്ട് സൈഡും നമ്മൾ ഇതിൻ്റെ ഈ മറു സൈഡിലുള്ള ഈ ഒരു ടെർമിനലും നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ കണ്ടിന്യൂറ്റി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് സംശയിച്ചിട്ട് കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ സ്പീക്കർ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് ശരിയാക്കി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാം. ശരിയാക്കിയിട്ട് നമ്മളൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇതുപോലത്തെ ചില വീഡിയോകൾ നമ്മൾ ഇടുന്നതാണ്. കാര്യം ഇതുപോലത്തെ സ്പീക്കേഴ്സൊക്കെ അവർ കയ്യിൽ വെച്ചിട്ട് കംപ്ലൈൻ്റ് ആയി പോകുമ്പോൾ അവർക്ക് ഉള്ള ഒരു വിഷമം. കാര്യം ഇതുപോലത്തെ ഫിലിപ്സിൻ്റെ സ്പീക്കറൊക്കെ ഇപ്പോൾ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് കംപ്ലൈൻ്റ് ആയി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ നോക്കിയിട്ട് കൊണ്ടുതരുമ്പോൾ പ്രതീക്ഷ ഇല്ലാതെ ആണെങ്കിൽ പോലും നമ്മളത് വാങ്ങി നോക്കും. കാര്യം അത് ശരിയാവില്ല എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞാൽ പോലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കും. കാര്യം ഇതുപോലത്തെ ഫിലിപ്സിൻ്റെ ഒക്കെ സ്പീക്കർ ഒരുപാട് അലഞ്ഞ് നടന്നിട്ടുണ്ട് എനിക്ക് സ്വന്തമാക്കാനായിട്ടൊരു സ്പീക്കർ. പക്ഷേ ഈ കിട്ടി എന്നുള്ളതാണ്, എനിക്ക് നല്ലൊരു സ്പീക്കർ ബോക്സോടുകൂടി തന്നെ കിട്ടി. അപ്പോൾ ഈ ഒരു സ്പീക്കർ നന്നാക്കാൻ പറ്റും, ശരിയാക്കാൻ പറ്റും എന്നൊക്കെ ഒരു മനസ്സിലെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇത് വാങ്ങിയിട്ട് ഞാനൊന്ന് ശരിയാക്കാൻ നോക്കിയത്. അപ്പോൾ നിലവിലത് ശരിയായി, പാട്ട് കേൾക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കോയിൽ വേറെ പ്രശ്നമൊന്നുമില്ല, അനങ്ങുന്നുണ്ട്. അപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നത് ആരോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പീക്കറാണ്. കാര്യം സോൾഡർ ചെയ്തിട്ട് വയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു
ഇത് നമ്മളെ മനോജ് ചേട്ടന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ സ്പീക്കറാണിത്. അപ്പോൾ പുള്ളി വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ അത് വർക്ക് ആവുന്ന ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാം. അപ്പോൾ ശരിയാക്കി ഇത് പാട്ട് കേൾപ്പിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നതിന് വേണ്ടി ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും